ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുന്നു. പ്രദേശം ജനവാസയോഗ്യമാണോ എന്ന് പരിശോധിക്കാനും ശാസ്ത്രീയ പരിശോധന നടത്താനുമാണ് സംഘം എത്തിയത്. അതേസമയം ജനകീയ പരിശോധനയ്ക്കിടെ തലപ്പാലിയിൽ നിന്നും വെള്ളാർമല സ്കൂളിനരികിൽ നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം മുതൽ ദുരന്തബാധിത മേഖലകളിലെല്ലാം ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. ദുരന്തം ഈ പ്രദേശങ്ങളിൽ വലിയ ആഘാതമുണ്ടാക്കിയതിന്റെ കാരണങ്ങൾ, പ്രദേശം ജനവാസയോഗ്യമാണോ എന്നിവ സമഗ്രമായി പഠിച്ച് സംഘം റിപ്പോർട്ട് നൽകും. സുരക്ഷിതവും ദുർബലവുമായ പ്രദേശങ്ങൾ ഏതൊക്കെ, ഇനി ഉരുൾപൊട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നീ കാര്യങ്ങൾ തരംതിരിച്ച് 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് സംഘത്തിന്റെ തീരുമാനം. ശക്തമായ മഴ പെയ്താൽ വയനാട്ടിലെ പല കേന്ദ്രങ്ങളിലും ഉരുൾപൊട്ടാനുള്ള സാധ്യതകളേറെയാണെന്നും അത്തരം പ്രദേശങ്ങളെ തരംതിരിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നുമാണ് സ്ഥലം സന്ദർശിച്ച ശേഷം വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ. പഠനം പൂർത്തീകരിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തുടർ നടപടികളുണ്ടാകും. അതേസമയം കാണാതായവർക്കായുള്ള ജനകീയ തെരച്ചിലിൽ ചാലിയാർ പുഴയിൽ നിന്നും വെള്ളാർമലയിൽ നിന്നും 3 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. കേരള വിഷൻ ന്യൂസ്, വയനാട്.